ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നേ ദിവസം ഈശോ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെക്കുറിച്ചാണ് സുവിശേഷത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. ഒരു വീട്ടുടമസ്ഥൻ തൻ്റെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് കൃഷിക്കാരെ ഏൽപ്പിച്ച് തിരിച്ചുപോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ ആ ഉടമസ്ഥൻ തൻ്റെ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പക്ഷേ കൃഷിക്കാർ അവരെ അടിക്കുകയും കല്ലെറിയുകയും കൊന്നുകളയുകയും ചെയ്തു. വീണ്ടും വീട്ടുടമസ്ഥൻ തൻ്റെ ഭൃത്യരെ അവിടേക്ക് അയക്കുന്നു. കൃഷിക്കാർ അപ്രകാരം തന്നെ വീണ്ടും അവരോട് ചെയ്തു. അവസാനം സ്വന്തം പുത്രനെ ഉടമസ്ഥൻ അവിടേക്ക് അയച്ചു. ആ സ്വന്തം പുത്രനെയും അവർ കൊന്നു വലിച്ചെറിഞ്ഞു. യേശു ഈ ഉപമ അരുൾ ചെയ്തതിനു ശേഷം അവരോട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീരുമെന്ന്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു ഇസ്രായേൽ ജനത. പക്ഷേ അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല, ദൈവത്തോട് വിശ്വസ്തത പാലിച്ചില്ല. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിച്ചു. അപ്പോൾ പകരം ദൈവം പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇസ്രായേൽ ജനത്തിന് രൂപം കൊടുത്തു. തൻ്റെ പുത്രനായ ഈശോയിലൂടെ, പുതിയ ഉടമ്പടിയിലൂടെ ദൈവം സ്ഥാപിച്ച സഭ. ദൈവത്തിൻ്റെ സാന്നിധ്യവും രക്ഷയും ഇന്ന് നമുക്ക് ദൃശ്യമാകുന്നത് ഈ തിരുസഭയിലൂടെയാണ്. സഭയാകുന്ന ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദൈവം തന്നെയാണ്. ആ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അത് എത്ര ചെറുതായാലും വലുതായാലും ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ നമുക്കാവണം. അപ്പോഴേ യഥാസമയത്ത് ഉടമസ്ഥനായ ദൈവം വരുമ്പോൾ നല്ല ഫലങ്ങൾ മാത്രം നൽകുന്ന മുന്തിരിത്തോട്ടത്തിലെ നല്ല കൃഷിക്കാരായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇന്നേ ദിവസം ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയും പകയും വിദ്വേഷവും എല്ലാം വെടിഞ്ഞ് ദൈവം നമുക്ക് തന്ന ഈ മുന്തിരിത്തോപ്പിൽ എല്ലാവരെയും എല്ലാറ്റിനെയും സ്നേഹിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടെയും വിനയത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പിൽ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിന്നവളായിരുന്നു. നമ്മുടെ ജീവിതത്തിലും മറ്റെല്ലാറ്റിനുമുപരി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് മാതാവിനോട് അപേക്ഷിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കാരുണ്യവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും ഇന്നേ ദിവസം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ടീച്ചർ.